സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സഫ ജ്വല്ലറി. കോൾ 9400024916. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. എടവണ്ണയിൽ അനധികൃത മണൽക്കടത്ത് പിടികൂടാനെത്തിയ പോലീസിന്റെ വാഹനം മണൽക്കടത്ത് സംഘം ഇടിച്ചു തെറിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ പോലീസിന് നേരെ അക്രമമുണ്ടായത്. എടവണ്ണ സ്റ്റേഷനിലെ CPO കെ ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണൽ കടത്ത് വാഹനം എടവണ്ണ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പെരകമണ്ണ പള്ളിമുക്ക് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടവിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെയാണ് മണൽ കടത്ത് സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. രാത്രി 11:30യോടെയാണ് സംഭവം. നൈറ്റ് പെട്രോളിംഗിനായി സ്കൂട്ടറിലാണ് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ CPO ഷബീർ അലി പരിശോധനയ്ക്കായി കടവിലെത്തിയത്. പോലീസിനെ കണ്ടതോടെ മണൽ കടത്തിയ ലോറി ഉപയോഗിച്ച് പോലീസിന് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു. സ്കൂട്ടറിലുണ്ടായിരുന്ന പോലീസ് ഷബീർ അലി റോഡിന്റെ മറുവശത്തേക്ക് ചാടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി. പിന്നീട് സ്കൂട്ടറിന് മുകളിലൂടെ മണൽ കടത്ത് വാഹനം ഓടിച്ചു കയറ്റിയതായും പോലീസിന്റെ FIR-ൽ പറയുന്നുണ്ട്. സ്കൂട്ടർ തകർന്ന നിലയിലാണ്. CPO ഷബീർ അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മണൽ കടത്തുന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീർ അലിയെ ഒരു ബൈക്കിനകത്ത് സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. പോലീസ് വാഹനത്തിൽ പോയാൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള അറിവോടുകൂടിയാണ് ബൈക്കിൽ പറഞ്ഞു വിട്ടത്. ബൈക്ക് കടവിലേക്ക് പള്ളിമുക്ക് കടവിൽ ചെന്ന സമയത്ത് തന്നെ ബൈക്കിന് ഓപ്പോസിറ്റായിട്ട് പെട്ടെന്ന് ഈ ടിപ്പർ ലോറി മണൽ നിറച്ച് എടുക്കുകയും ബൈക്കിനെ തട്ടി അതിന്റെ പുറത്തുകൂടി ടിപ്പർ ഓടിച്ചു പോവുകയും ചെയ്തു. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്ന് ചാടിയത് കൊണ്ടാണ് നിസ്സാര പരിക്കോടുകൂടി രക്ഷപ്പെട്ടത്. ഈ കാര്യത്തിന് ഈ ഷബീർ അലിയുടെ മൊഴി പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിലൊരു പ്രതിയെ വാഹനം കൃത്യസമയത്ത് ഓടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷെഫീഖ് എന്ന് പറയുന്ന ഇരുവേറ്റി സ്വദേശി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനം കൃത്യത്തിന് ശേഷം കൊണ്ട് ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വാഹനവും ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 1-ാം പ്രതിയെ സംശയിക്കുന്ന മുഫീദ്, മറ്റ് 2 കൂട്ടുപ്രതികളായ വാഹനത്തിന്റെ ഉടമയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി വരികയാണ്. സംഭവത്തിനു ശേഷം ഒളിപ്പിച്ച മണൽ കടത്ത് വാഹനവും എടവണ്ണ പോലീസ് പിടിച്ചെടുത്തു. വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.